എന്താണ് ഇന്നിപ്പോ എന്താ സന്തോഷമായില്ലേ? വി ആർ പ്രഗ്നന്റ്. അതെ, നമ്മൾ പ്രഗ്നന്റ് ആണ്. വിഷ്ണു പ്രഗ്നന്റ് ആ? സ്വാഗറ അല്ലാന്നല്ലേ? നീ സ്വാഗറാണ്, പ്രഗ്നന്റ് അല്ലാന്ന്. പ്രഗ്നന്റ് ആ? കാര്യമായിട്ട് പറ. സീരിയസ്ലി? Oh. The cord towards You're you, going okay? to come toward us. Very good. And you can cut. Yep, definitely. Yes, very well done. Really good. അവളുടെ മേത്തുണ്ടോടാ? അയ്യോ, പഠിപ്പിച്ചിട്ടോ അവളുണ്ട്. Hi, mommy. Hi, mommy. You bye. പാലാണോ വേണ്ടത്? പാല്? Yuvan Vishnu. Yuvan Vishnu. Yuvan Vishnu. എന്താണ് അവിടെ ഉള്ളത്? ആ, നമ്മുടെ ഫോട്ടോ നോക്കിയാണോ നീ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ സന്യാസിയോ? ഇവിടെ രാവിലെ എണീറ്റിട്ടുള്ള കളിയിലാണ് അല്ലേ? ഇവൻ കളിക്കണം രാവിലെ എണീറ്റിട്ട്. യുവി, ഞാനാണ് കരയേണ്ടത്, നീ അല്ലേ? എന്നെ കാണുമ്പോ ഇത്രയും സന്തോഷമുള്ള വേറെ ആരുമില്ല. Come on, Yush. എടുത്തോ.
Happy birthday to you. Happy birthday to you. Happy birthday, dear Yushi. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, dear Yuvi. Happy birthday. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. ഇന്നലെ രാത്രി ഞാനും അപർണയും കഷ്ടപ്പെട്ട് ഇതെല്ലാം വെച്ചതിനുള്ളൊരു റിയൽ ഗുണം കിട്ടിയതുപോലെ ആയിരുന്നു കേട്ടോ യുവി ഇത് ഓരോന്ന് എൻജോയ് ചെയ്ത് വരുന്ന കാണുമ്പോൾ. ഇന്നലെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയും അച്ഛനും കൂടിയില്ലെങ്കിലും ഇന്ന് എനിക്ക് തോന്നുന്നു എന്നെയും വിഷ്ണുവിനെക്കാളും എക്സൈറ്റഡ് ആയിട്ട് അമ്മയും അച്ഛനുമാണ് യുവി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. യുവി റൂമിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പാത്രങ്ങളെല്ലാം ഇട്ട് ഓടി വരുന്നുണ്ടായിരുന്നു എന്താ അവൻ്റെ റിയാക്ഷൻ എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര വേർത്തായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു അവൻ്റെ റിയാക്ഷൻ. യുവി നമ്മൾ വെച്ച ഓരോ ടോയ്സ് നോക്കി എല്ലാത്തിൻ്റെയും അടുത്ത് പോയി മുഖം എത്തി നോക്കി, പിന്നെ ഹാറ്റൊക്കെ എടുത്ത് മാറ്റി ഉമ്മയൊക്കെ കൊടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കളിച്ച് അവസാനമാണ് യുവിയുടെ റിയൽ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടോ. ദേ ഈ ഒരു സൈക്കിളിൻ്റെ അടുത്ത് എനിക്ക് യുവിൻ്റെ അടുത്ത് ഈ ഒരു സൈക്കിളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എനിക്കറിയില്ല, നമുക്ക് ഓരോരോ ഏജിലും നമ്മൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക, ഇനി കുറച്ച് കഴിയുമ്പോൾ 3 ടയറിൽ വരുന്ന സൈക്കിൾ വാങ്ങിക്കുക, പിന്നെ 2 ടയറിലോട്ട് മാറുക. അതൊക്കെ ഒരു ഭയങ്കര മൈൽ സ്റ്റോൺ അല്ലേ. എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക സന്തോഷമൊക്കെ തോന്നുന്നു യുവിന് ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ അവന് നേരം പോലെ ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ പോലും അറിയുന്നില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 3-4 months ഒക്കെ കഴിയുമ്പോൾ കാലൊക്കെ വെച്ച് തുഴഞ്ഞു പോകുന്നുണ്ടായിരിക്കും. എത്ര പെട്ടെന്നല്ലേ പിള്ളേരൊക്കെ വളരുക. അത് കഴിയുമ്പോഴൊക്കെ അവന് ഒരു റിയൽ സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാവും. സൈക്കിളിൻ്റെ ഒപ്പം എന്തേ ഈ കാണുന്ന ഈ ഒരു ചെറിയ ബോൾസ് വെച്ചിട്ടുള്ള, എന്താ അതിന് കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല, അതും കൂടെ നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം തോന്നുന്നു, അവൻ സൈഡിൽ പിടിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ വീഴാൻ പോകുന്ന പോലെയുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് അവനൊന്ന് ശീലമായി വരേണ്ടി വരും. അതുവരെ നമ്മളിങ്ങനെ വീഴാതെ നോക്കേണ്ടി വരും. രാവിലെ യുവി എണീറ്റ് വരുമ്പോൾ ഇന്ന് അവന് സാധാരണ ഒരു ദിവസം പോലെ തന്നെ ആയിരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും നടന്നു എന്ന് തന്നെ എനിക്ക് തോന്നണേ. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാവിലെ അങ്ങനെ യുവിയുടെ ഒരു ചെറിയ കുട്ടി സർപ്രൈസ് കഴിഞ്ഞു. ഞാൻ ആക്ച്വലി രാവിലെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ടാണ് യുവി. കാരണം ഒരു വയസ്സാകുമ്പോൾ നമ്മളങ്ങനെ ഇത് ചെയ്യുന്നൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണല്ലോ, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുട്ടുകുത്തി വരുമ്പോൾ അവൻ്റെ അതേ ഹൈറ്റിലുള്ള ഓരോ കാര്യങ്ങളും നോക്കിയെടുത്ത് തൊപ്പിയൊക്കെ പറിച്ച് വലിച്ചെടുത്ത് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു അവൻ്റെ മെയിനായിട്ടുള്ള സൈക്കിളിൻ്റെ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ആ വരുന്ന വഴി തന്നെ അവൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ പാടിക്കൊടുത്ത് അതിൽ ഇടയ്ക്ക് യുവി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് യുവിനെ നോക്കി ക്ലാപ്പൊക്കെ ചെയ്ത് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്പുറത്തെ കരച്ചിൽ കേൾക്കുന്ന അമ്മ കുളിപ്പിച്ച് പറഞ്ഞതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ തനിക്കെന്താ തോന്നിയതാവില്ല? ഞാനും പ്രതീക്ഷനെക്കാട്ടും ഒരു വ്യത്യാസത്തിലാണ് ചെയ്തത്. ഞാൻ വിചാരിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ മുട്ടുകുത്തി വരുള്ളൂ എന്നാണ്. പക്ഷെ അവൻ എല്ലാ ഡോളൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് വരുന്നത് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നില്ലേ കാണാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഞാൻ കൂടുതൽ വർത്താനം പറഞ്ഞ ലേറ്റ് ആക്കണില്ല. അച്ഛൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു 30 മിനിറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മൾ നേരെ കോഴിക്കോട് പോവുകയാണ്. കോഴിക്കോട് അമ്മടിയും അച്ഛൻ്റെയും വിധുവിനെയും ആരുഷിനെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ലഞ്ച് കഴിച്ച് ഈവനിങ് അൽക്കേനെ പിക്ക് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വരുന്നതാണ് പ്ലാൻ. ഹൽക്കിക്ക് ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യണമെന്നല്ല, മുന്നേ കഴിച്ച ടേസ്റ്റ് നമുക്ക് കുറച്ച് ബാക്കി നിൽക്കുമല്ലോ. അപ്പോൾ അത് കുറച്ച് കഴിക്കണം എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ നാളെ നമ്മുടെ പ്ലാൻ അതൊക്കെയാണ്. അങ്ങനെയാണ് ഈ 2 ദിവസം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ നമുക്ക് യുവിയുടെ കാര്യമായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ഞായറാഴ്ച നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. ഞാനൊന്ന് റെഡി ആവട്ടെ. ഞാൻ സൂറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ചിക്കൻ കറി ഇടാന്നാണ് വിചാരിക്കുന്നത്. കുറേ കാലമായി മെനക്കൊന്ന് റെഡി ആയിട്ട്. അപ്പോൾ നമുക്ക് വൃത്തിക്കൊന്ന് റെഡിയായി നമുക്ക് പെട്ടെന്ന് കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം. യുവിക്കൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും പുതിയ വിഷുവിനുണ്ടോ പുതിയ ഡ്രസ്സ്? ഒന്നും ആവശ്യമില്ല അല്ല, എല്ലാ ഡ്രസ്സ് കഴിച്ചാൽ നമ്മൾ ഫുഡ് അവിടെ ആക്കും. അതുകൊണ്ട് പുതിയ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് റെഡി ആവട്ടെ കേട്ടോ. ബാക്കിയുള്ള ബെഡ് നിങ്ങൾ കണ്ടില്ല നടിക്കുക. എപ്പോഴും നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ റൂം കുറച്ച് കച്ചറയാവുമല്ലോ. അപ്പോൾ ഇത് നമ്മളന്ന് സൂറത്തിൽ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയ സമയത്ത് വാങ്ങിയ ഒരു ചിക്കൻ കറി കുർത്തയായിരുന്നേ. എൻ്റെ ആദ്യത്തെ
ചിക്കൻ കാരി ഷോപ്പിംഗ് ചെയ്ത് ഞാൻ സുഹൃത്തുനിന്ന് നേർന്നത്. ഞാൻ കുറച്ചധികം വേറെ വേറെ കളേഴ്സും കുർത്തിയും ഷോർട്ട് കുർത്തിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അന്ന് വാങ്ങിയൊരു കളറായിരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ചിക്കൻ കാരി ഇടുമ്പോൾ കുറച്ച് കമ്മലും വളയൊക്കെ ഇടുമല്ലോ, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നേരമേ ഓടുള്ളൂ. എനിക്കിത് ഒരുപാട് നേരം കൊണ്ടുനടക്കാനുള്ള സ്കില്ലില്ല. ഒരു 1-2 മണിക്കൂറിൽ ഞാൻ ദൂരമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയായി ഇവിടുന്ന് ഇറങ്ങട്ടെ. യുവിനെ ഇവിടുന്ന് റെഡിയാക്കിയുള്ള യുവി നല്ല ഉറക്കാണ്. അപ്പോൾ യുവിനെ എടുത്തിട്ട് നമുക്ക് അമ്മമ്മടിയും വെല്ലച്ചൻ്റെ അടുത്തൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ട് നമുക്ക് കോഴിക്കോടേക്ക് ഇറങ്ങാം. ഗംഭീര ഉറക്കം കഴിഞ്ഞ് എണീറ്റാണേ. അതുകൊണ്ട് യുവിനെ നമ്മളിപ്പോൾ റെഡിയാക്കണല്ലോ, അവിടെ പോയിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഉറക്കത്തിന് നേരെ നമ്മൾ ഇങ്ങോട്ട് എടുത്തതാ. ഞാൻ അമ്മമ്മേനെയും വെല്ലച്ചനെയും ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പനിയൊന്നും മുഴുവൻ മാറാത്തത് കാരണം ഇപ്പോഴും ഫുള്ളി ഇവിടെ വന്നിരുന്ന് കുറേ നേരം വർത്താനം പറയാനൊന്നും തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ മുറ്റത്ത് നിന്നിട്ട് വിളിച്ചുകൊണ്ട് വർത്താനം പറയും, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്ന് അമ്മമ്മേനെയും വെല്ലച്ചനെയും ഒക്കെ അകത്ത് കയറി കാണാം. പനിയൊക്കെ മാറിയല്ലോ. താങ്ക് യു പറയൂ, താങ്ക് യു പറയൂ. ഇവിടെ ഹാപ്പി ബർത്ത്ഡേക്ക് മുത്തശ്ശി താങ്ക് യു പറയൂ. പൈസ നല്ല നോക്കണ്ടല്ലോ. പുതിയ സാധനമാണ്, അവരുടെ കൈ കിട്ടാത്തല്ലേ. അതിനെ തപ്പി തപ്പി കിട്ടുക. അത് പുതിയ സാധനം. വിഷ്ണു നടത്തിയിട്ടുണ്ട്. നമ്മൾ 10 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു. 10:30 ആയിട്ടുണ്ട്. അച്ഛന് ഒരു 2-2:30 ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് പോരണം. കാരണം അച്ഛന് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ് നാളെ. ഇവിടെ അച്ഛൻ്റെ സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അച്ഛൻ അതിലൊരു മെയിൻ ഭാരവാഹിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തിരിച്ച് വന്ന് അച്ഛന് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്കിനി പെട്ടെന്ന് പോവാം. നമ്മളങ്ങനെ നമ്മുടെ കോഴിക്കോടേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു അരമണിക്കൂറിൽ തന്നെ യുവി ഇവിടെ കച്ചറയുടെ അങ്ങേയറ്റാണ്. നമ്മൾ 2 വണ്ടിയിലാട്ടോ പോണേ. നമ്മൾ 3 പേരും, പിന്നെ അമ്മയും അച്ഛനും വേറെ കാറിൽ. കാരണം അച്ഛന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തിരിച്ചു വരണം എന്നുള്ളത്. നമുക്ക് അൽക്കേനെയൊക്കെ പിക്ക് ചെയ്ത് കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് കുറച്ച് വൈകിട്ട് വരാം. അപ്പം അമ്മയും അച്ഛനും നേരത്തെ തിരിച്ചു വരും. അമ്മയ്ക്ക് വീട്ടിൽ ഉറുമ്പിനെ കുറച്ചും കൂടെ ഒന്ന് ഡീൽ ചെയ്യാനുണ്ട്. 1-2 ആൾക്കാരെ പെസ്റ്റ് കൺട്രോളിനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അച്ഛന് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചു വീട്ടിലിരുന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഓർഡർ ചെയ്തിട്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു വേണ്ട, പുറത്ത് പോയി നമുക്ക് നല്ല ആംബിയൻസ് ഒക്കെ നോക്കിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഞാൻ പൊതുവേ എനിക്കറിയില്ല ഈ ഒരു കാര്യം ഞാൻ പറയണോ വേണ്ടേ എന്നുള്ളത്. പൊതുവേ ഞാൻ ഇങ്ങനത്തെ ഒന്നും ഞാൻ പറയാറില്ല. പക്ഷെ ഇത് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ചിലവരും കൂടെയൊക്കെ അങ്ങനെ ചിന്തിച്ചാലോ എന്നുള്ളൊരു പറയാനുള്ള ഒരു വിറ്റ്. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ പറയാനുണ്ട്. യുവി ഭയങ്കര കച്ചറായിട്ടിരിക്കും. അപ്പം വീട്ടിലെത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. യുവിനെ ഒന്ന് വീട്ടിലൊക്കെ ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. വണ്ടി ഓടിച്ച് ഏകേക്ഷരം അക്ഷരത്തിലെത്തിയിരിക്കുകയാണ്. അമ്മയും അച്ഛനും എത്തുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേ നമ്മളെത്തി. എത്തിയവരില്ലല്ലോ. മുടുക്കാൻ ഫസ്റ്റ്. നമ്മൾ വന്നത് ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇത്ര സൈലന്റ് ആയിട്ടാണല്ലോ നമ്മൾ വന്നത്. ഏകേക്ഷരം അക്ഷരം നമ്മളെത്തിയത് ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അമ്മ സാരിയൊക്കെ എടുത്ത് മെച്യൂരിറ്റി ആണോ? ജർമ്മനിന്നൊരു ബർത്ത്ഡേ വിഷ് കേട്ടോ. എന്തൊരു വികൃതിയാ അറിയോ? കാറ് കടന്ന് വിധു ആള് മാറിപ്പോയല്ലോ. പനി എല്ലാവർക്കും പനിയൊക്കെ തന്നെ. അതെ, ഞങ്ങളുടെ ഇതിലെ ലാസ്റ്റ് പനി അച്ഛനില് അങ്ങനെ തീർന്നു എന്ന് വിചാരിക്കും. അച്ഛൻ എത്ര കാലം വന്നില്ലല്ലോ എന്നുള്ളൊരു അല്ല, അമ്മയ്ക്കൊക്കെ വന്നു, എല്ലാവർക്കും വന്നു. അമ്മയ്ക്ക് പനി വന്നില്ലേ? മറ്റേ ജലദോഷത്തിൽ നിന്നോ അത്? ഇവന് മാറി, എനിക്ക് മാറി. എനിക്ക് ശബ്ദം മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പൊ. നമ്മളിവിടെ എത്തിയ ഉടനെ യുവീനെയും കൊണ്ട് പൂജാ റൂമിൽ കയറി ഒന്നൊപ്പം നിന്ന് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. അപ്പോക്കിതേ അമ്മയും അച്ഛനും എത്തി.
ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാനും വിഷ്ണു ഒരുപാട് ആലോചിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾക്ക് തോന്നി യുവിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കണം ഇന്നത്തെ ദിവസം എന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2 ഗ്രാൻഡ് പേരൻസിൻ്റെ ഒപ്പം, വിഷ്ണുവിൻ്റെ സിസ്റ്ററുടെ ഒപ്പം, ആരുഷിൻ്റെ ഒപ്പം എല്ലാം കൂടെ ചേർന്ന് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം ഇവിടുന്ന് അമ്മയും അച്ഛനും ഇതും കൂടെ അങ്ങോട്ട് വരാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അവിടെ കുറച്ചും കൂടെ അമ്മമ്മയുടെയും വെല്ലച്ചൻ്റെയും ഒക്കെ ഒപ്പം നമുക്ക് ഇരിക്കാമല്ലോ. പക്ഷേ അച്ഛന് ചെറുതായിട്ടൊരു പനി വന്നത് കാരണം അച്ഛൻ അത്ര പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഇങ്ങോട്ട് മാറുന്നത്. ഇന്ന് തന്നെ സത്യം പറഞ്ഞാൽ അച്ഛന് വയ്യ, പക്ഷേ യുവിയുടെ ബർത്ത്ഡേ ആവുന്ന കാരണമാണ് അച്ഛൻ ലഞ്ചിന് വേണ്ടിയൊക്കെ പുറത്ത് വരുന്നത് നമുക്ക് വേണ്ടിയിട്ട്. പക്ഷെ 2 അമ്മമാരും കൂടെ ചേർന്ന് യുവിക്ക് ലഞ്ച് കൊടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഡിസിഷൻ ഒട്ടും തെറ്റല്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ദിവസം തന്നെയാണ് യുവിക്ക് ഇന്നത്തെയുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. നമ്മൾ വരുന്ന വഴിക്ക് KR ബേക്കറിയിൽ നിന്ന് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ യുവാൻ എന്നൊക്കെ എഴുതിയിട്ട്. അങ്ങനെ വലിയൊരു കേക്കൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്നൊരു കേക്ക് നമ്മൾ അങ്ങനെ പേരെഴുതി എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവരുടെ ഒപ്പം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാം. കേക്ക് കട്ട് ചെയ്യേണ്ട കാര്യം ഓർത്തപ്പോഴാണ് നമ്മൾ കാൻഡിൽ വാങ്ങിയിട്ടില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ വിധുവും വിഷ്ണുവും കൂടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ പോയി കാൻഡിൽ വാങ്ങി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. Happy birthday. चलो ഞാൻ രോഗി അല്ല അച്ഛൻ തരും. എല്ലാവർക്കും വന്നൂലോ. Everyone say happy birthday. Happy birthday to you. Happy birthday to you. Happy birthday dear Yuvan. Happy birthday to you. Not fair. മോനെ ബർത്ത്ഡേ ദിവസം ഷുഗർ വെക്കില്ലാത്ത കേക്ക് പറഞ്ഞു. Can I eat this cake? Touch a cup. ആറുഷിൻ്റെ ഈ ഒരു ഏജ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ഏജാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ യുവിക്ക് ഞാൻ ഷുഗറുള്ളത് കാരണം കേട്ടോ കേക്ക് കൊടുക്കാത്തത്. ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് തൊട്ട് മറ്റൊരു വിരൽ ഞാൻ ചുമ്മാ എൻ്റെ വായിൽ വെച്ച് കൊടുക്കുക ചെയ്തത്. നമ്മൾ സെലിബ്രേഷൻ അന്ന് യുവിക്ക് വേണ്ടി സ്പെഷ്യൽ ഷുഗർലെസ് എഗ്ലെസ് കേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് യുവിക്ക് കുറച്ച് കേക്ക് കഴിക്കാം. ഷുഗർ ഞാൻ യുവിക്ക് ഒട്ടും കൊടുക്കണ്ടെന്ന് വിചാരിക്കുന്നത് ഒരു ക്രൂരയായ അമ്മയായിട്ടൊന്നും അല്ല കേട്ടോ. ബർത്ത്ഡേ കേക്കായിട്ട് കുറച്ച് കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും സത്യം പറഞ്ഞാൽ കുറച്ച് ഷുഗർ തന്നെയല്ലേ. അവൻ തന്നെ ആക്ച്വലി നല്ലതല്ല ഷുഗർ ഈ ഒരു ഏജിൽ കഴിക്കുന്നത്. അത് കാരണം മാത്രമാണ് ഞാൻ കൊടുക്കാത്തത്. അവനോടുള്ള സ്നേഹക്കൂടുതൽ കാരണമാണ്. പിന്നെ ഇതുവരെ കേക്കിൻ്റെ ടേസ്റ്റ് എന്തെന്ന് അറിയാത്തത് കാരണം ആ ടേസ്റ്റ് മനസ്സിലാവുമൊന്നുമില്ല. ഈ ഒരു പരിപാടി കഴിഞ്ഞ ഉടനെ നമ്മൾ അവനൊരു ക്രാക്കർ കൊടുക്കുന്നതാണ്. അതിൽ അവൻ ഹാപ്പി ആയിരിക്കും. യുവിയുടെ കച്ചയ്ക്ക് കേക്ക് തന്നെ. യുവിക്ക് ക്രാക്കർ ഉണ്ട്. യുവിക്ക് നമ്മള് സെലിബ്രേഷൻ അന്ന് എഗ്ലെസ്സും ഷുഗർലെസ്സും ആയിട്ടുള്ള കേക്ക് പറഞ്ഞിട്ടുണ്ട്. യുവിക്ക് എഗ് അലർജിയാണ്. അപ്പൊ ഇന്ന് യുവിക്ക് കേക്കില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ വേണ്ടാന്ന് വെച്ച് നിൽക്കണം യുവി. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. നമ്മളിനി പുറത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ. ലഞ്ച് കഴിക്കാൻ സാഗറിൽ പോകണോ അതോ എം ഗ്രില്ലിൽ പോകണോ എന്നുള്ള ഡിസ്കഷൻ താഴെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീരുമാനമാകുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചൊരു കാര്യം എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. യുവി കാറ് കിടന്ന് കുത്തി പറഞ്ഞത് കാരണം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പറയണോ വേണ്ടെന്ന് കുറേ തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ പറയുന്നേ ചെയ്യാറില്ല. എന്ന് ഞാനായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയോ അന്ന് തൊട്ടിട്ട് ഞാൻ ഒരു മുടക്കും വരുത്താതെ എൻ്റെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങളും ഞാൻ എൻ്റെ അപ്പത്തെ സാഹചര്യത്തിനും സന്ദർഭത്തിനും പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വിഷ്ണുവിനോട് പോലും ഷെയർ ചെയ്യാറില്ല. അത് എൻ്റെ അത്രയും ഒരു പ്രൈവറ്റ് കാര്യമായിട്ട് ആരും അറിയേണ്ട ആവശ്യമില്ലാതെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ചില ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കും, ചില ആൾക്കാർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഞാനിതൊന്ന് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. യുവി ജനിച്ചപ്പോൾ തൊട്ടിട്ട് ആ ആഴ്ച തൊട്ട് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ യുവിയുടെ മൈൽ സ്റ്റോണിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അർഹതപ്പെട്ടവർക്ക് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാട്ടിൽ വന്ന് അന്വേഷിച്ച് ഇതേപോലെ
നമ്മുടെ ഒരു സന്തോഷമാണല്ലോ യുവിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ സന്തോഷം കുറച്ച് പേർക്കും കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നേരത്തെ ലഞ്ച് വിഭവസമൃദ്ധമായ ഒരു സദ്യ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾക്കും അതേപോലെ കുറച്ച് അമ്മമാർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഒരുപാട് അന്വേഷിച്ച് ഏറ്റവും ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് പോയിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയുന്നില്ല, അത് ഞാൻ കാണിക്കുന്നുമില്ല, കാരണം അതെൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ പറയാനുള്ളൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഇതൊരു തോന്നലിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ എനിക്ക് ഒരു നല്ലൊരു തോട്ടല്ലേ അത്. ഞാനും പല ആൾക്കാരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരൊക്കെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയാലോ, നമ്മുടെ സന്തോഷത്തിൽ വേറെ കുറച്ച് പേരും കൂടെ ഒപ്പം സന്തോഷിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നമ്മൾ ഇന്ന് പോകണോ അതോ വേറെ ദിവസം പോകണോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഞാൻ എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടേതല്ല, എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ കാര്യമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇത് കണ്ട അമ്മ കാര്യമായിട്ട് എന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലല്ലേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ചെയ്ത എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ അമ്മ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മേനെ മിസ് ചെയ്യണമെന്നൊക്കെ മറ്റേ കമന്റ് സെക്ഷനിൽ കമന്റ് ഉണ്ടായിരുന്നു. ഒന്ന് കോഴിക്കോട് പോയിട്ട് അമ്മയുടെ ഒപ്പം ഒരു വ്ളോഗ് ചെയ്യും. അമ്മേനെ എത്ര കാലമായി കണ്ടിട്ട്. അമ്മേനെ വീട്ടുകാർ എത്ര അന്വേഷിക്കാറില്ല. ഞാൻ വിധുവിനെ മാത്രമേ കണ്ടുള്ളൂ. താടെ ഒരു തല ഇത്ര 32 വലിയ ചിരിച്ചിരിക്കണേ ഞാൻ കണ്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിൽ എത്തിയിട്ട്? ജർമ്മൻ വെതറിനെക്കാളും ജനിച്ചു വളർന്ന സ്ഥലത്ത് ജർമ്മൻ വെതർ പറഞ്ഞ ചെറ്റത്തരം എന്ന് പറയും ആൾക്കാര്. വേണമെങ്കിൽ ആരുഷിനോട് വെച്ചോക്കാം. പക്ഷെ ഇത്തവണ ചൂട് വല്ലാതെ അവിടെ നല്ല ചൂടായിരുന്നു. ചൂടത്തുനിന്ന് വന്നിട്ട് നന്നായിട്ട് നല്ല ക്ലൈമറ്റ്. മഴ കാരണം നന്നായി ഉറങ്ങാൻ പറ്റും. പകലൊന്നും മഴ വരാൻ പാടില്ല, നല്ല പുറത്തു പോകും. എനിക്ക് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ ബട്ടൺ കിട്ടിയിട്ടില്ല ഓഫ് ചെയ്യാൻ വേണ്ടിട്ട്. ബട്ടൺ നമ്മൾ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. 2 ദിവസമായി ഓണായിട്ട്, അതുകൊണ്ട് ഓഫ് ചെയ്യാൻ പറ്റും. അത് ഓഫ് ആവില്ല, കൊണ്ടേയിരിക്കും. സാഗറിലെത്തി. സാഗറിനാണ് ഇന്ന് ലഞ്ച്. മീനാണ് കഴിക്കാൻ പോണേ, നല്ല മീൻ. അങ്ങനെ നമ്മളെല്ലാരും ഒത്തുചേർന്നു. നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോവാം. കഴിഞ്ഞ ദിവസം ഞാൻ പാരഗണിന്റെ ഓണറിന്റെ ഒരു വീഡിയോ കണ്ടു. സാഗറിലെ ഫിഷ് ഐറ്റംസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഉദ്ദേശം സാഗറിലെ ഫിഷാണ്. ഈ ഫിഷിന്റെ ഒപ്പം മീൽസ് രസം ഒക്കെ പറയും കേൾക്കണല്ലോ. 5 മീൽസും 2 ബീഫ് ബിരിയാണിയും. ഇവ 2 പേരാണ് ബീഫ് ബിരിയാണി, ബാക്കി നമ്മളെല്ലാം മീൽസാ. ഈ പ്രായമാകുമ്പോഴാണോ നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് മീൽസ് പറയാ? അല്ല, ഞാൻ ഓൾറെഡി മീൽസ് ആണല്ലോ. ഞാൻ ഇന്നലെ മീൽസ് ആയിരുന്നു. സ്ത്രീജനങ്ങളുടെ നടുവിലാണല്ലോ. അവിടെ കുറച്ചുകൂടെ പേരാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറേ മുന്നേ ഞാൻ ചെറിയ കുട്ടി വന്ന സമയത്താണ് സാഗറിനൊരു ബിരിയാണി എന്തോ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ വന്നിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ റീസെൻ്റ് ആയിട്ട് ഞാൻ റീല് കണ്ടു സാഗറിൽ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കിട്ടുന്നുള്ളത്. അത് അന്വേഷിച്ച് വന്നതാണ്. മീൽസ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാളും കൂടുതൽ കല്ലുമ്മക്കായ, അതേപോലെ തന്നെ നെയ്മീൻ വറുത്തത് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. സാഗറിലെ ബിരിയാണി നല്ലതാണ്. നല്ല എൻ്റെ മീൽസാണിത്. അമ്മ ഓടിക്കാന്നോളൂ. ഇങ്ങോട്ടോളാം. ആരും ആ കൈ കൊണ്ട് തൊടല്ലേ. സാരി എടുത്ത ക്ഷീണം എപ്പോഴും മാറി.
അമ്മ എന്തിനാ സാരി ഇത്ര മെച്ചൂരിറ്റി കാണിച്ചത് എനിക്ക് മനസ്സിലായില്ല. അറിയില്ല, ഭയങ്കര കുറ്റബോധം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചുരിദാർ ഇട്ടു. ഇവിടെ ഇപ്പൊ അധികം സാരി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ കിട്ടണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി സാരി ആക്കാം. അതന്നെ ഹീൽസ് വെച്ച് ക്ഷീണമാണോ സാരി എടുത്ത് ക്ഷീണമാണോ കൂടുതലും? രണ്ടും ഉണ്ട്. എങ്ങനെ ഉണ്ടാവും ഹീൽസ്? കുഴപ്പമില്ല. സീ ഫുഡ് നന്നായിട്ടുണ്ട്. പിന്നെ മീൻസ് അല്ലേ തിരക്കേടില്ല. പക്ഷെ ഫിഷ് നല്ലതാണ്. കടുക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഹീൽസ് കുഴപ്പമില്ല. അതെ, കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ ഇനി അമ്മയും അച്ഛനും വീട്ടിൽ പോവാണ്. നമ്മള് കോഴിക്കോട് പോവാണ്. കോഴിക്കോട് വീട്ടിൽ പോവാ. ബാക്കിൽ വണ്ടി വന്നിട്ടുണ്ട്. ബാക്കിൽ വണ്ടി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ തയ്ച്ചൊക്കെ കടയിലിരിക്കുമ്പോ നല്ല ഭംഗിയായി. എന്തിനാ വെറുതെ വീട്ടിലേക്ക് വാങ്ങിട്ട് വരുന്നത്? നീ അവിടെ നിന്റെ മാമിയോട് പറ, 2 കുട്ടികൾക്കും 2 ചെണ്ട വാങ്ങിട്ട് വന്നിരിക്കുന്നു. അമ്മേനോട് എനിക്കതാ പറയാനുള്ളത്. ഈ ചെണ്ടയൊക്കെ കടയിലാ ഭംഗി കൂടുതൽ വീട്ടിലേക്കാളും. ഞാൻ അവരോട് മറ്റേ അരിഷ്ടോട് കുറച്ച് മൗത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ മൗത്ത് റെസ്റ്റ് ആയി. അപ്പൊ എന്നാ ഹാൻഡ് കുറച്ച് വർക്ക് ചെയ്യും. 2 നോൺ വെജ് സാലഡ് ഒരു വെജ് സാലഡ് പറഞ്ഞു. ഒരു BBQ സാലഡ് പറഞ്ഞു. യുവിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് നമ്മൾ ലഞ്ചാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വിഷ്ണു ഇതേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ വെജിറ്റേറിയൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു അബദ്ധം നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണ വരാതിരിക്കാനാണ് 2-3 ആൾക്കാരെ വെച്ച് നമ്മളൊന്ന് മെനു ഉറപ്പിക്കുന്നത്. അൽക്കേനെ പിക്ക് ചെയ്യാൻ പോവാട്ടോ. അൽക്ക ഇവിടെ കോഴിക്കോട് സ്റ്റേഷനിൽ ഒരു 5:30 എത്തും. ട്രെയിൻ എത്തുന്നതിന്റെ മുന്നേ നമുക്ക് എത്തണം. കാരണം വലിയൊരു ട്രോളി ഉണ്ട് അവളുടെ കയ്യില്. അപ്പൊ അത് അവൾ എടുക്കുന്നതിനൊക്കെ ഇപ്പൊ സേഫ് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് എത്ര മിനിറ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട്? 10 മിനിറ്റ് ഇല്ല. ഉണ്ടോ? എന്നാ 10 മിനിറ്റ്. അപ്പോൾ അൽക്കേനെ പിക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്ന് യുവീനെയും കൂട്ടി അപർണേനെയും കൂട്ടി നമ്മൾ പോവും. അപർണ ഇവിടെ ഇന്ന് പുടവ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, അപർണയുടെ ഫിയാൻസയുടെ ഫാമിലിയുടെ ഒപ്പം. അപ്പോൾ അപർണേനെയും കൂടെ പിക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു പോവും. അൽക്കയ്ക്ക് കുറച്ചധികം നമ്മൾ മുന്നേ കഴിച്ച വളാഞ്ചേരിയിലെ കുറച്ച് റെസ്റ്റോറൻറ്റ്സിലെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ക്രേവിങ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നാളെ തീർത്തു കൊടുക്കണം. നാളെ രാവിലെ തീർത്തു കൊടുക്കണം എന്നൊക്കെ തീർത്തങ്ങോട്ട് കൊടുക്കണം. നാളെ രാവിലെ വൈശാഖ് സാർ വരും ബാംഗ്ലൂരിൽ നിന്ന് കുറ്റിപ്പുറത്തോട്ട്. വിഷ്ണു പോയി പിക്ക് ചെയ്തിട്ട് പിന്നെ നാളെ നമ്മൾ 4 പേരും കൂടെ ചെറിയൊരു കറക്കൊക്കെ അങ്ങോട്ട് കറങ്ങും അല്ലേ? അതാണ് നമ്മുടെ പ്ലാൻ. കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ഞാൻ റിലേഷൻഷിപ്സിൽ നോക്കി കാണുന്ന രീതി കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരിക്കലും റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ പോവില്ല എന്ന് വിചാരിച്ച ചില റിലേഷൻഷിപ്പൊക്കെ കുറച്ച് വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരിക്കലും എൻ്റെ അടുത്ത ആൾക്കാരാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല ആൾക്കാരും ഇപ്പോൾ എനിക്ക് വളരെ അടുത്ത ആൾക്കാരാണ്. ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളല്ല അതിൽ 2 ആൾക്കാരും എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിലാട്ടോ. യുവിയുടെ ബർത്ത്ഡേക്ക് ഇവിടെ എത്താൻ വേണ്ടി 5 months പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ആൾക്ക് എടുത്ത ഈ എഫേർട്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്താ അതിനൊക്കെ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കുകയല്ല, തെറ്റിദ്ധാരണകൾ ഉണ്ടാവുമ്പോൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസും അതിൻ്റെ ഒപ്പം റിലേഷൻഷിപ്സിൽ നമ്മൾ എടുക്കുന്ന ഈ ഒരു എഫേർട്ടും തന്നെയാണ് ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ബ്യൂട്ടി എന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടുപിടിച്ചിരിക്കുകയാണ് കുറേ കാലത്തിന് ശേഷം കണ്ടതിന്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഒരു 2 ആഴ്ച അല്ലേ? 2 ആഴ്ചയായോ? പക്ഷെ അതിനുള്ള വയറ് വന്നിരിക്കുന്നു. ഇവിടെ ഒന്നും ഇങ്ങനെ ഞാൻ ഇപ്പൊ എന്റെ ആ ചമ്മലൊക്കെ മാറി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ല എനിക്കൊരു ചമ്മലുണ്ട് ഞാനിങ്ങനെ എടുക്കുമ്പോ. പക്ഷെ ഇപ്പൊ അതൊക്കെ എനിക്ക് പറ്റാൻ മാറി. അതല്ല, ഇവിടെ വന്നിട്ട് എല്ലാരും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് മലയാളത്തിൽ മനസ്സിലാവും. അപ്പൊ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ പറയുന്നപ്പോ ഒരു ചമ്മല് വരുമല്ലോ. അത് തുടക്കത്തിൽ 2 ആഴ്ചയിൽ ഞാൻ മാറി. ഇപ്പൊ ഞാൻ ഇത് ധൈര്യപൂർവ്വം നിന്നത് ഇങ്ങനെ വർത്താനം പറയുന്നത്. രാജകീയമായ ട്രീറ്റ്മെന്റ് ആണ് ഇനിയുള്ള മുന്നോട്ടുള്ള കുറച്ച് ദിവസങ്ങളിൽ കിട്ടുന്നത്. അപ്പോൾ ഫ്രണ്ട് കയറുക. ഞാൻ അൽക്കട ബാഗൊക്കെ പിടിച്ച് ബാക്ക് കയറിയിട്ടുണ്ട്. ഇനി വീട്ടിലെത്തിയ ഒരു കാല് മസാജ് ചെയ്തിട്ടെന്ന്. നല്ല രസമുണ്ടായിരുന്നു ട്രെയിനിൽ ഇരിക്കാൻ. എന്നാ പറഞ്ഞ ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല എന്ന്. കുറച്ച് ദൂരം കൂടെ നാളെ രാവിലെ പറയും തനിക്ക് എന്താ ഇപ്പൊ എന്താ കഴിക്കേണ്ടത്? ഇപ്പൊ എനിക്കൊരു
ലൈറ്റ് ആയിട്ടൊരു ഉഴുന്നുവട. ഉഴുന്നുവടയോ? എനിക്ക് നമ്മള് ഗണപതിയില് പോണില്ലേ? എന്ന് ഗണപതിയോ എന്താണ്? ആ ഗണപതിന്ന് ഡിന്നർ കഴിച്ചാൽ മതി ഉണക്ക്. ഗണപതിന്ന് സ്നാക്സ് കഴിച്ചിട്ട് രാത്രി വേറെ ഡിന്നർ കഴിക്കണം. എന്താ വിഷ്ണു ചെയ്യാ? അതിനെന്താ വിഷ്ണു ചെയ്യാ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അല്ല, ഗണപതിന്ന് ഡിന്നർ കഴിച്ചിട്ട് വേറെ എനിക്ക് ഡിന്നർ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിന്നർ വാങ്ങിക്കണം. അല്ല ഇപ്പൊ സമയത്ത് 6:30. ആ 6:30 ഞാൻ കാരണം ഉണ്ടല്ലോ, എനിക്കില്ലെങ്കിൽ 12 മണി വരെ എനിക്ക് കുറച്ച് പണിയുണ്ട് ചെയ്ത് തീർക്കണ്ടേ. അപ്പൊ 12 മണി ഇരുന്നെങ്കിൽ ഞാൻ വിശക്കും. അപ്പൊ അതിന് മുന്നേ ഒരു ഡിന്നർ എന്തായാലും 8:30 ആവുമ്പോ ഡിന്നർ കഴിക്കണ്ടേ? 8:30 ആകുമ്പോൾ ഡിന്നർ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം നമ്മളൊരു സ്നാക്സിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കോഴിക്കോട് വന്നിട്ട് ഒരു കല്ലുമ്മക്കായ നിറച്ചത് കഴിക്കാതിരുന്നാൽ എങ്ങനെയല്ലേ? കഴിഞ്ഞ തവണ അൽക്ക വന്ന സമയത്ത് കല്ലുമ്മക്കായ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആയത് കാരണം കിട്ടിയില്ല. ഇന്ന് പിന്നെ നമ്മൾ നേരെ ആദമിന്റെ ചായക്കടയിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഒരു ചായയും ഒരു കല്ലുമ്മക്കായും കഴിച്ചാണ് തുടങ്ങിയത്. കോഴിക്കോട് ശരിക്കും എത്ര ഫുഡ് ഓപ്ഷനല്ലേ? വെറുതെ അല്ല ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് വിളിക്കുന്നത്. എന്ത് വേണോ അത് നമുക്കിവിടെ കിട്ടും. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ചിക്കൻ കറിയില്ല. അവിടെ യെല്ലോ, ഇവിടെ ഓറഞ്ച്. പോവാം. അച്ഛൻ ഇങ്ങനെ പനി മാറി വരുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ അൽക്കേനെയും കൂട്ടി മേലെ വളാഞ്ചേരിലോട്ട് ഇറങ്ങുകയാണ്. അൽക്ക വീടിന്റെ അകത്ത് കയറും ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് ഒരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ. ഞാൻ എന്ത് പറയാൻ എന്താവോ പറയാൻ പോണ്. നമ്മള് വളാഞ്ചേരി പോവാണ്. അൽക്ക എന്തോ സുഖല്ല എന്തല്ല. നാളെ വൈശാഖ് സാറ് വന്നിട്ട് ഉള്ളം കയ്യിലുണ്ട് ഏൽപ്പിക്കുമ്പോഴേ എനിക്കൊരു സമാധാനമുള്ളൂ. ടെൻഷനാണ് അതുവരെ. കുറച്ച് നാളായി വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. വീട്ടിൽ തിരിച്ചു വരണം. എവിടെ എത്തി നോക്ക്. ഓ ഇന്ന് രാവിലെ ചെയ്ത അല്ലല്ല അമ്മ. അയ്യോ വെൽക്കം ചെയ്യാൻ വേണ്ടി ബലൂൺ പൊട്ടിക്കാനുള്ള മടി കാരണം ചെയ്ത്. നമ്മൾ പുറത്തുനിന്ന് ഡിന്നറൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാം. സൂറത്ത് പോയി വരുമ്പോൾ ഞാൻ അൽക്കയ്ക്കും ഒരു പെയർ ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കളറാട്ടോ വാങ്ങിയത്. നല്ല രസമല്ലേ ആ ഒരു കളറ്. ഇപ്പം എനിക്ക് തോന്നുന്നത് എനിക്കും കൂടെ ആ ഒരു കളർ എടുക്കായിരുന്നു എന്നുള്ളത്. ഞാനും ഒരു 3-4 കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോരോ കളേഴ്സിലും ചിക്കൻ കറി കാണുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇതാണ് അൽക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ചിക്കൻ കറി. ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ലക്ഷ്യമാക്കി എടുത്ത വ്ളോഗല്ലേ, അതുകൊണ്ട് വേറെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഈ വ്ളോഗ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. നാളെയും മറ്റന്നാളും നമുക്ക് കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസം കേട്ടോ. നാളെ രാവിലെ വൈശാഖ് സാർ വരും. അൽക്കേനെയും കുട്ടി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാനുണ്ട്. പിന്നെ അടുത്ത ദിവസമാണ് യുവിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കുള്ള 2 ദിവസങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത വ്ളോഗ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ. പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.